അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ഒരു കേക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ ആദ്യമായിട്ട് ഈ ബിസ്ക്കറ്റ് എല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ ക്രീമൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. എല്ലാ ബിസ്ക്കറ്റിലെയും ക്രീം സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതിവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഈ ബിസ്ക്കറ്റെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിവിടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 കപ്പ് പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അത് ബ്ലെൻഡ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ചേർക്കേണ്ടതില്ല. ഇനി ഞാനൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിന്നത് ഗ്യാസ് സ്റ്റൗവിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം അതിനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അതിലോട്ട് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ടാപ്പ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഓവനിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ 1 കപ്പ് പാലാണ് ഒരു പാനിൽ എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി എടുത്തിട്ടുണ്ട്. അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദാമാവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്ക് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്ന് തുടങ്ങും. നമ്മളിങ്ങനെ കൈയെടുക്കാതെ സ്പൂണിനൊന്ന് മിക്സ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കണം. ഇനി ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കനാശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിലോട്ട് ഒഴിക്കാനാണ് നമ്മളിത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായോ നമുക്ക് നോക്കാം. അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 25-30 മിനിറ്റിൻ്റെ അകത്ത് നമുക്കിത് റെഡിയായി വരും. നമുക്കൊരു പ്ലേറ്റിലോട്ട് അത് മാറ്റാം. ഒരുപാട് വീതി ഇല്ലാത്തതുകൊണ്ടും കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടും നമുക്കിത് 2 ലെയർ ആക്കണ്ട. നമുക്കിനി ഈ ചോക്ലേറ്റ് കനാശ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തണുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. എഡിബിൾ സ്പ്രിങ്കിൾസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. നമുക്ക് എന്ത് വെച്ച് വേണമെങ്കിലും ഇതൊന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ജെറി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ അതിൻ്റെ ക്രീം വെച്ച് തന്നെ ഒരു ചെറിയ ബോൾസ് ആക്കിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദിയുണ്ട്. തുടർന്നും ഇതുപോലെ ഉണ്ടാവണം. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാം. ഞാനിവിടെ ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇത് പുറത്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതിന് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.